നമസ്തേ. ബ്രില്യൻറ്റ് എൻട്രൻസ് ന്യൂസിൻ്റെ മറ്റൊരു സംരംഭത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രൊഫഷണൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിൽ ആദ്യം നമുക്ക് പരിചയപ്പെടാം IIIT ഹൈദരാബാദ്. പ്രൊഫഷണലിസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്ലേസ്മെൻറ്റുകളുടെ കാര്യത്തിലാണെങ്കിലും ഒന്നാം നിരയിൽ IIIT ഹൈദരാബാദ്. 4-year ബിടെക് പ്രോഗ്രാമും 5-year ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമുമാണ് +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കായി കാത്തിരിക്കുന്നത്. അനന്ത സാധ്യതകളുള്ള IIIT ഹൈദരാബാദിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്ന് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. IIIT ഹൈദരാബാദ് സിംഗിൾ ഡിഗ്രി പ്രോഗ്രാം ആയിട്ടുള്ള 4-year ബിടെക് പ്രോഗ്രാമുകളിൽ 2 കോഴ്സുകൾ, ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആൻഡ് ബിടെക് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. 5-year ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമുകളിലാവട്ടെ 6 കോഴ്സുകളാണുള്ളത്. ബിടെക്കും അതുപോലെ മാസ്റ്റർ ഓഫ് സയൻസും ചേർന്നുള്ള 5-year പ്രോഗ്രാം. The program prepares students for research-oriented jobs and higher studies. First one, BTech Electronics and Communication Engineering plus Masters Electronics and Communication Engineering. Second one, Computer Science and Engineering with Masters. Computer Science and Computational Linguistics, Computer Science and Computational Natural Sciences, Computer Science and Computing and Human Sciences, Computer Science and Geophysical Technology. ഇങ്ങനെ 6 പ്രോഗ്രാമുകളാണ് ബിടെക്കും മാസ്റ്റേഴ്സുമായിട്ട് നമുക്ക് 5-year ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമുകളായി ലഭിക്കുന്നത്. ഇവിടുത്തെ അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാമിലേക്ക് 6 രീതികളിലാണ് പ്രവേശനങ്ങൾ. JEE മെയിൻ, സ്പെഷ്യൽ ചാനൽ ഓഫ് അഡ്മിഷൻ, ദാസ സ്കീം, അണ്ടർ ഗ്രാജുവേറ്റ് എൻട്രൻസ് എക്സാം അഥവാ UGEE, ലാറ്ററൽ എൻട്രി എക്സാം LEEE, ഒളിമ്പ്യാഡ് വിന്നേഴ്സ് ആൻഡ് അഡ്മിഷൻ ത്രൂ ബോർഡ് സ്കോറേഴ്സ്. ആദ്യമായി JEE ചാനൽ വഴിയുള്ളത്. IIIT ഹൈദരാബാദിലെ ഏറ്റവും അധികം പ്ലേസ്മെന്റ് ലഭിക്കുന്നതും ഏറ്റവും അധികം ഡിമാൻഡിങ്ങും ആയിട്ടുള്ള പ്രോഗ്രാമാണ് 4-year ബിടെക് പ്രോഗ്രാം. JEE മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ചാണ് ഇവിടെ പ്രവേശനം ലഭിക്കുന്നത്. JEEയുടെ എല്ലാ പ്രോഗ്രാമുകൾക്കും ജോസ സീറ്റ് അലോക്കേഷൻ വഴിയാണ് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ JEE മെയിൻ അനുസരിച്ച് IIIT ഹൈദരാബാദിലെ 4-year ബിടെക് പ്രോഗ്രാമിന് UGadmission.IIIT.ac.in എന്ന വെബ്സൈറ്റ് വഴി പ്രത്യേകം അപേക്ഷ സമർപ്പിക്കണം. 2025 പ്രവേശനത്തിനായി ഏപ്രിൽ 17 JEE മെയിൻ റിസൾട്ട് വന്നതിന് ശേഷമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഏറ്റവും പ്രത്യേകത, +2-ന് 60% മുകളിൽ മാർക്കുള്ളവർക്കെല്ലാം JEE മെയിൻ വഴി IIIT ഹൈദരാബാദിന് അപേക്ഷ സമർപ്പിക്കാമെന്നുള്ള പ്രത്യേകതയുണ്ട്. ജോസ സീറ്റ് അലോക്കേഷൻ വഴി നമുക്ക് NITകളിലോ IIITകളിലോ മറ്റ് IIITകളിലോ പ്രവേശനം നേടണമെങ്കിൽ +2-ന് 75% വേണ്ടപ്പോഴാണ് IIIT ഹൈദരാബാദിൽ 60% മുകളിലുള്ളവർക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത്. മൊത്തം കമ്പ്യൂട്ടർ സയൻസിലും ഇലക്ട്രോണിക്സിലുമായി 170 സീറ്റുകളാണ് IIIT ഹൈദരാബാദിൽ ഒരുക്കിയിരിക്കുന്നത്. അടുത്തതായി അണ്ടർ ഗ്രാജുവേറ്റ് എൻട്രൻസ് എക്സാമിലൂടെ ലഭിക്കുന്ന പ്രോഗ്രാമുകൾ. 2 തരത്തിലുള്ള ടെസ്റ്റുകൾ ക്വാളിഫൈ ചെയ്തെങ്കിൽ മാത്രമേ UGEE വഴി അണ്ടർ ഗ്രാജുവേറ്റ് എൻട്രൻസ് എക്സാം വഴി നമുക്ക് 5-year ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമുകൾക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ. ആദ്യം SUPR എന്ന് അറിയപ്പെടുന്ന സബ്ജക്ട് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. 60 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഈ ടെസ്റ്റിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിന്റെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം REAP റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ 120 മിനിറ്റ്സ്. 2025 മെയ് മാസത്തിൽ നടക്കുന്ന ഈ 2 എക്സാമുകളും ക്വാളിഫൈ ചെയ്തതിനു ശേഷമായിരിക്കും ഇന്റർവ്യൂവിനായിട്ട് ജൂൺ മാസത്തിൽ നമ്മൾ IIIT ഹൈദരാബാദിന്റെ ക്യാമ്പസിൽ എത്തേണ്ടത്. അടുത്ത പ്രവേശന രീതിയായ ദാസ സ്കീമിന് നമുക്ക് JEE മെയിൻ്റെ സ്കോർ വെച്ചല്ല നമുക്ക് പ്രവേശനം ലഭിക്കുന്നത്. എന്നാൽ മറ്റ് IIITകളിലും NITയിലും ദാസ സ്കീം അനുസരിച്ച് പ്രവേശനം ലഭിക്കുമ്പോൾ IIIT ഹൈദരാബാദിൽ സാറ്റിൻ്റെ ടെസ്റ്റ് സ്കോറിനനുസരിച്ചായിരിക്കും 5-year ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമുകൾക്കും അതുപോലെ 4-year ബിടെക് പ്രോഗ്രാമിനും സീറ്റുകൾ ലഭ്യമാകും. ബിടെക്കിൻ്റെ 2 പ്രോഗ്രാമിലും കൂടി 35 സീറ്റുകളാണ് അലോക്കേഷൻ ചെയ്യുക. എലിജിബിലിറ്റി ടെസ്റ്റിൽ SAT ടെസ്റ്റ് സ്കോർ ആർ മാൻഡേറ്ററി ഫോർ ആപ്ലിക്കേഷൻ, ബട്ട് ദ essay part of SAT is not required. The applicant should have a minimum aggregate score of 1070
out of 100 in SAT. The test score should be reported directly to IIIT Hyderabad by the college board, and the score should reach IIIT Hyderabad on or before May last day. അടുത്ത പ്രവേശന രീതിയായ ഒളിമ്പിയാഡ് വിന്നേഴ്സിന് 3 രീതിയിലുള്ള പ്രവേശന രീതികൾ നമുക്ക് നോക്കാം. സെലക്ടഡ് ഫോർ ട്രെയിനിങ് ടു റെപ്രസെന്റ് ഇന്ത്യ അറ്റ് സർട്ടിഫൈഡ് ഇന്റർനാഷണൽ ഒളിമ്പിയാഡ്സ് ഇൻ ഇൻഫോർമാറ്റിക്സ്, ലിംഗ്വിസ്റ്റിക്, മാത്തമാറ്റിക്സ് ഓർ സയൻസ് ഡ്യൂറിംഗ് ലാസ്റ്റ് 4 years. The qualifying Olympiads for each program have been listed in the table below. Second one, selected for the Indian team at the certified international Olympiads during the last 4 years. The qualifying Olympiads for each program have been listed. Third type is received a gold or silver medal at the Indian National Olympiad in Informatics during the last 4 years. മറ്റ് എൻട്രി ചാനലുകൾ സ്പെഷ്യൽ ചാനൽ ഓഫ് അഡ്മിഷൻ, ലാറ്ററൽ എൻട്രി എക്സാമിനേഷൻ, അതുപോലെ തന്നെ അഡ്മിഷൻ ത്രൂ ബോർഡ്സ് സ്കോർസ്. UG admissions.IIT.ac.in എന്ന വെബ്സൈറ്റ് വഴി ഇവിടുത്തെ പ്രോഗ്രാമുകളെക്കുറിച്ചും ഫീസ് സ്ട്രക്ചറിനെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കാം. 4 year BTech പ്രോഗ്രാമിനും 5 year ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമുകൾക്കും വാർഷിക ഫീസ് 4 ലക്ഷം രൂപ ആയിരിക്കും. ഇന്ത്യയിലെ പ്ലേസ്മെൻറ്റുകളുടെയും പാക്കേജുകളുടെയും കാര്യത്തിൽ ഒന്നാമത്തെ സ്ഥാപനമായ IIITയിൽ ഒരു പ്രവേശനം നേടിക്കഴിഞ്ഞാൽ എല്ലാ ബാങ്കിങ് സ്കീമുകളും അതുപോലെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സ്കീമുകളും നമ്മളോടൊപ്പം ഉണ്ടാവുമെന്നുള്ളതുകൊണ്ട് ഈ ഉയർന്ന ഫീസ് നിരക്ക് ഒരിക്കലും നമുക്ക് ബാധ്യതയാവുകയില്ല. +2 ശേഷമുള്ള IIIT ഹൈദരാബാദിലെ പ്രവേശന രീതികൾ നാം മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ തയ്യാറെടുപ്പുകൾ ഏറ്റവും ചെറിയ ക്ലാസ്സുകൾ മുതൽ തന്നെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ സ്വപ്ന സമാനമായുള്ള ഈ ക്യാമ്പസിൽ നമുക്ക് പ്രവേശനം ലഭ്യമാവുകയുള്ളൂ. അടുത്തയാഴ്ച മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.